ശരിക്കും ഈ ഒരു വാർഡ് അവർക്ക് കരുതിയാല് അവരിൽ 100-ൽ 1 അംശം ഇങ്ങോട്ട് കരുതിക്കണമെങ്കിൽ ഈ വാർഡ് തീർച്ചയായിട്ടും സ്വർഗമായിരുന്നു. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് UDF LDF മാറി മാറി ഭരിച്ചിട്ടുണ്ട്. ഇത്തവണ UDF നിന്നും LDF ഈ പഞ്ചായത്ത് തിരിച്ചു പിടിക്കുമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇത്തവണ മത്സര രംഗത്ത് യുവാക്കൾക്ക് വനിതകൾക്കൊക്കെ ഏറ്റവും ജനകീയരായ കുറച്ചുകൂടി ശ്രദ്ധേയരായ ആളുകൾക്കാണ് LDF സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം കൊടുത്തിട്ടുള്ളത്. 23-ാം വാർഡ് സ്ഥിരമായിട്ട് UDF ജയിക്കുന്ന ഒരു വാർഡാണ്. ഈ വാർഡിലെ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർക്കിടയിലൊക്കെ വളരെ കുറെ നല്ല കാര്യങ്ങൾ ചെയ്തതിലൂടെ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടുള്ള നൗഫലിനെയാണ് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് LDF. ഇത് വേറൊരു പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, കൊറോണ കാലത്ത് ആ സമയത്തൊക്കെ ഒരുപാട് പ്രവാസികൾക്ക് ഇവിടെ നാട്ടിൽ വരുമ്പോൾ ക്വാറന്റൈനിൽ ഇരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തത് നൗഫലിന്റെ ഈ വീട്ടിലായിരുന്നു എന്ന് നമ്മോട് നാട്ടുകാർ തന്നെ പലരും പറയുകയുണ്ടായി. അപ്പോൾ ഇത്തവണ UDFന്റെ ഉരുക്കുകോട്ട എന്ന് പറയുന്ന 23-ാം വാർഡ് മത്സരിച്ച്, അതും എതിരാളി അബൂ താഹിർ തങ്ങൾ, അദ്ദേഹം ഈ ആസൂത്രണ സമിതിയുടെ ഉപാധ്യക്ഷനൊക്കെ ആയിരുന്നു. അപ്പൊ ഈ വാർഡ് തിരിച്ചു പിടിക്കാൻ കഴിയുന്ന നൗഫലിന് ഉറച്ച പ്രതീക്ഷയുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങള് വീടാന്തരം പോകുമ്പോഴുള്ള ഞങ്ങൾക്കുള്ളൊരു മറുപടി ജനങ്ങളിൽ കിട്ടുന്നത് തന്നെയാണ്. ഈ കേരളത്തിന് ജനാധിപത്യം കിട്ടിയതിനു ശേഷം ഈ വാർഡ് ഒരിക്കലും LDFന് അനുകൂലമായിട്ട് വന്നിട്ടില്ല. തീർച്ചയായിട്ടും അത് UDFനാണ്. അത് ഭീമമായ ഭൂരിപക്ഷത്തോടു കൂടെ തന്നെ വന്നിട്ടുള്ളത്. അത് ഘട്ടം ഘട്ടമായി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ സാഹചര്യത്തില് ഇവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യം ഒരു മാറ്റാണ്. ഇവിടെ ഒരു ജില്ലാ പഞ്ചായത്ത് അല്ലെങ്കിൽ ബ്ലോക്ക് MLA അങ്ങനെ ഇവിടെ 2 മന്ത്രിമാര് എല്ലാ ഘട്ടത്തിലും വന്നിട്ടുണ്ട്. ഒരു ഘട്ടത്തിലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്ത ഒരു അവസ്ഥയാണ് ഇവരിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുള്ളത്. ശരിക്കും ഈ ഒരു വാർഡ് അവർക്ക് കരുതിയാല് അവരിൽ 100-ൽ 1 അംശം ഇങ്ങോട്ട് കരുതിക്കണമെങ്കിൽ ഈ വാർഡ് തീർച്ചയായിട്ടും സ്വർഗമായിരുന്നു. അതിനു പകരം നിങ്ങൾക്ക് പോയാൽ കാണാം, ഈ വഴിപ്പാറക എന്നുള്ള കാര്യപ്പെട്ട റോഡാണ്, മെയിൻ റോഡാണിത്. അരിപ്പുറയിലേക്കും ഒരാടമ്പലത്തേക്കും പോകുന്ന റോഡാണ്. ഏറ്റവും ശോചനീയ അവസ്ഥയാണിത് ഈ റോഡിന്റെ അവസ്ഥ. അതുപോലെ തന്നെ കുടിവെള്ളം, ഈ വാർഡിൽ 2 കുടിവെള്ള പദ്ധതിയുള്ളത്, രണ്ടും LDF ഭരണത്തിൽ വരുമ്പോഴാണ് ഉണ്ടായത്. അതിൽ ഈ 5 കൊല്ലമായിട്ട് കോളനികളുള്ള കുടിവെള്ള പദ്ധതിയിൽ എത്രയോ വർഷങ്ങളായിട്ട് അത് കേടന്ന് കിടക്കുകയാണ്. ഒരു രൂപ പോലും അതിന് നീക്കി വെച്ചിട്ടില്ല. അതിന് നമ്മളിവിടെയുള്ള LDFന്റെ ആളുകൾ സ്ഥലം കൊടുത്തിട്ടും അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോഴും നിലനിന്ന് പോണത്. അല്ലാതെ ഈ പഞ്ചായത്ത് മെമ്പറോ അല്ലെങ്കിൽ വാർഡ് മെമ്പറോ അല്ലെങ്കിൽ പഞ്ചായത്തോ UDF ഭരിക്കുമ്പോൾ അവരൊന്നും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഈ ജനങ്ങളെ. അല്ല, ഒരു കാരണം വേണ്ടേ? കാരണം ഇപ്പോ UDF തന്നെ സ്ഥിരമായിട്ട് ജയിക്കുന്ന ഒരു വാർഡില് അവർ ഈ വാർഡിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല, ഇത്തരം കാര്യങ്ങളിലൊന്നും ഇടപെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ആ വസ്തുത ഒന്ന് നിങ്ങൾ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് വിശദീകരിക്കാം. ഇവിടെയുള്ള സ്ഥാനാർത്ഥികൾക്ക്, ഇവിടെ നിൽക്കുന്ന മെമ്പർമാരുടെ കോൺഫിഡന്റ് ആണ്. ഇവിടെ ലീഗിന്റെ ഒരു കോൺഫിഡന്റ് ആണത്. അത് എങ്ങനെ നിർത്തിയാലും എന്ത് കൊണ്ടുവന്നിട്ടില്ല ഇവിടുത്തെ ആളുകൾ അത് വോട്ട് ചെയ്ത് ഞങ്ങളെ വിജയിപ്പിക്കും എന്നുള്ള ഒരു ധൈര്യം ഉണ്ടല്ലോ, അത് തന്നെയാണ് അതിന്റെ ഉത്തരം. അതാണ് അതിന്റെ ഉത്തരം. ഇപ്പൊ നിങ്ങൾ വീടുകളിലൊക്കെ കയറി വോട്ടഭ്യർത്ഥനയുമായിട്ട് പോയപ്പോ ഇവരുടെ നാട്ടുകാരുടെ പ്രതികരണം എന്താണ്? ഇത് തന്നെയാണ് ഒരു മാറ്റം വേണം. തീർച്ചയായിട്ടും ജനങ്ങൾക്ക് മാറ്റം. ഇപ്പോ വിദ്യാസമ്പന്നരായിട്ടുള്ള കുട്ടികളായി, തീർച്ചയായും പഴയ ആ ഒരു തലമുറ എല്ലാവരും ഫോണിലും അപ്ഡേഷനായി. പിന്നെ എല്ലാവരും കയ്യിലും ഫോണാണ്. ഇപ്പോ നിങ്ങൾക്കറിയാം, എല്ലാവർക്കും ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് പെൻഷൻ വന്നു തുടങ്ങി. കഴിഞ്ഞ കാലഘട്ടത്തിൽ 18 മാസത്തോളം കുടിശ്ശിക ഉണ്ടായിരുന്ന പെൻഷൻ ഇന്ന് അങ്ങനെയല്ല, എല്ലാ മാസവും അത് വന്നു തുടങ്ങി. കഴിഞ്ഞ ഒരു മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്ന 1600 രൂപ അത് ഇന്നലെ മുതൽ തുടങ്ങി ഇന്ന് 2000 രൂപയിലേക്ക് എത്തി. അപ്പൊ ജനങ്ങൾ 3600 റുപ്യ വന്നപ്പോ സന്തോഷാണ്. അവര് പറയുന്നത് ഇതാണ്, കുട്ടിയെ പെൻഷൻ വന്നു, പേരക്കുട്ടികൾ വരുമ്പോ എന്തെങ്കിലും മേടിച്ചു കൊടുക്കാം, ഞങ്ങൾക്ക് മരുന്ന് മേടിക്കാം, അങ്ങനെയുള്ള വലിയൊരു ഗുണം അവരെ കാണുന്നുണ്ട്. വലിയ സന്തോഷമുണ്ട്. ഇപ്പോ ഈ സ്ത്രീകൾക്കുള്ള ഒരു 1000 രൂപയുടെ പെൻഷൻ ഉണ്ട്, നിങ്ങൾക്കറിയാം. അത് അവര് ഹൈക്കോടതിയിലൊക്കെ പോയി ഇലക്ഷൻ കമ്മീഷനെ കണ്ട് അത് ഇല്ലാതാക്കി. അതൊക്കെ ഈ മാസം കിട്ടേണ്ടതാണ്. അപ്പൊ ഇതൊക്കെ സാധാരണക്കാർക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ഉണ്ടോ, അത് എങ്ങനെ കണ്ടു മുടക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവരെ ജോലി. ഇപ്പൊ ഈ 2000 പ്രഖ്യാപിച്ചപ്പോ എന്താ പറഞ്ഞത്, അത് കിട്ടാൻ പോകുന്നില്ല. ഇപ്പൊ അത് കിട്ടിയില്ലേ? ഇതൊക്കെ തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ അതിദാരിദ്ര്യ മുക്ത കേരളം പദ്ധതി, ഇതുപോലെ പെൻഷൻ കൊടുക്കുന്നു. ഇതൊക്കെ ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്തും, അത് നിങ്ങൾക്ക് ഗുണകരമാവുമെന്ന ഉറച്ച പ്രതീക്ഷയും ഈ വാർഡിൽ വിജയിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ താങ്കൾക്ക്? തീർച്ചയായിട്ടും. ഞങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഒരു ബാക്കിൽ പ്രവർത്തിക്കുന്ന സംഗതിയാണല്ലോ ഈ ത്രിതല പഞ്ചായത്തും. അതിൽപ്പെട്ടതാണ് ത്രിതല പഞ്ചായത്തിൽപ്പെട്ട തന്നെയാണ് അതിദാരിദ്ര്യം എന്നുള്ളതൊക്കെ.
അവരൊക്കെ സംരക്ഷിച്ച് സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു മെമ്പർ ആകുക അതൊന്നും വേണ്ട. ഞങ്ങൾ ഇവിടുത്തെ ആളുകൾ എപ്പോഴും സാധാരണക്കാരന്റെ കൂടെ ഉണ്ടാവും. അതാണ് ഞങ്ങൾക്ക് തരാനുള്ള ഉറപ്പ്. ഞങ്ങൾ ഒരിക്കലും ഒരു പിന്നെ എനിക്ക് സ്വന്തം വേണ്ടിയിട്ടല്ല, സ്വയം ഒരു വിജയത്തിന് വേണ്ടിയിട്ടല്ല ഇവിടെ മത്സരിക്കുന്നത്. എല്ലാ ജനങ്ങളുടെയും നാനാജാതി ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജയിക്കും എന്നുള്ള വിശ്വാസം തന്നെയാണ്. വിശ്വാസമുണ്ട്. പഞ്ചായത്തിൽ ഭരണം പിടിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷയുണ്ടോ? തീർച്ചയായിട്ടും ഭരണം പഞ്ചായത്ത് ഇപ്രാവശ്യം ഉറപ്പായിട്ടുണ്ടാവും. കാരണം വെച്ചാല് ഒടുവിൽ നിന്ന് ഒന്നാമതെത്താൻ എന്നാണ് ഞങ്ങളെ ക്യാപ്ഷൻ, ഞങ്ങളെ മുദ്രാവാക്യം അതാണ്. അപ്പോൾ ഒന്നാമതെത്തും എന്താ വെച്ചാല് നമുക്കറിയാം 941 പഞ്ചായത്തുകളുണ്ട് കേരളത്തില്. അതിൽ ഇന്ന് 812ാമത്തെ സ്ഥാനാണ് അങ്ങാടിപ്പുറം പഞ്ചായത്തിന്. മുന്നേ അത് അങ്ങനെ ആയിരുന്നില്ല. ആദ്യത്തെ 50ലും ആദ്യത്തെ 4ലും പെട്ടിരുന്നു. ഇന്ന് അങ്ങനെയല്ല, 812ാമത്തെ സ്ഥാനാണ്. അപ്പോൾ ജനങ്ങൾ ചിന്തിക്കുമല്ലോ, ഇന്ന് നമുക്ക് തീർച്ചയായിട്ടും മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് ജനങ്ങള്. ആ മാറ്റം ഈ 23ാം വാർഡിലും ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും നൗഫലിന്റെ പ്രതീക്ഷ വെറും പ്രതീക്ഷയല്ല. നൗഫൽ വെളിപ്പെടുത്തുന്ന കുറേയേറെ കാര്യങ്ങളുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ഈ പെൻഷൻ കൊടുക്കുന്നത് തന്നെ നൗഫലിന്റെ വീടുകളിലൊക്കെ പോകുമ്പോൾ സ്ത്രീകളുടെ ഉമ്മമാരുടെ ഒക്കെ പ്രതികരണം ആശാവഹമാണ്, പ്രതീക്ഷ നൽകുന്നതാണെന്നാണ് നൗഫൽ പറയുന്നത്. അപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഇത്തരം പദ്ധതികളും അതുപോലെ ക്ഷേമ പെൻഷൻ വിതരണവും ഒക്കെ ഗുണകരമാവുമെന്നുണ്ടെങ്കിൽ നൗഫലിന് വലിയ പ്രതീക്ഷ ഉണ്ട്. എന്തായാലും ജനങ്ങൾ ആണ് സ്വീകരിക്കേണ്ടത്. എന്തായാലും നൗഫൽ പറയുന്നതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ UDF-ന്റെ ഈ ഉൾക്കോട്ട എന്ന് പറയുന്ന ഈ കോട്ട ചിലപ്പോൾ ഒരുപക്ഷെ ഇളകി കൂടുന്നില്ല. എന്തായാലും മത്സരമാണ്, വിജയിപ്പിക്കേണ്ടത് ജനങ്ങളാണ്. ആര് വേണമെന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. നൗഫൽ മുന്നോട്ട് വെക്കുന്നതെല്ലാം ജനം സ്വീകരിക്കുകയാണെങ്കിൽ നൗഫലിന് പ്രതീക്ഷയ്ക്ക് വകമുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ള ഒരു കാര്യമുള്ളൂ, ആര് വേണം എന്ന കാര്യം തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. ജനസേവനം ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് ആരാണോ അവരെയാണ് ജനങ്ങൾ തിരഞ്ഞെടുക്കുക. പഴയ കാലമല്ല, എല്ലാവരും അപ്ഡേറ്റഡ് ആണ്. അപ്പോൾ ജനം തീരുമാനിക്കട്ടെ ആരെ വേണം തങ്ങളുടെ ജനപ്രതിനിധിയായി, ആര് വേണം ഈ പഞ്ചായത്തിൽ ഞങ്ങൾ ഇവിടുന്ന് തെരഞ്ഞെടുത്ത് അയക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് ജനമാണ്. ജനം തീരുമാനിക്കട്ടെ. ക്യാമറാമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബ്ബാർ വേണാട്, ചാനൽ 10, പെരിന്തൽമണ്ണ. കല്യാണം കഴിഞ്ഞ് കുറച്ചു കാലം ഫാമിലി പ്ലാനിങ് ഒക്കെ ആണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ പതിയെ എല്ലാവർക്കും കാര്യം മനസ്സിലായപ്പോൾ ആ പ്ലാനും കൈവിട്ടു. കുട്ടികളില്ലാത്തതിനേക്കാളും വിഷമമാണ് കുട്ടികളായില്ല എന്നുള്ള ചോദ്യം സഹിക്കുന്നത്. ഒരു ദിവസം ഇവിടെ ഷോപ്പിൽ വന്നൊരു കസ്റ്റമറാണ് ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനെ കുറിച്ച് പറയുന്നത്. വിശേഷത്തിന് തുടക്കമാവുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.